പ്രൈസ് ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാർഡൻ ഓഫ് മഹനീം എന്ന മിനിസ്ട്രിയിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗിച്ച് ആരംഭിച്ച, പേര് തന്ന് ആരംഭിച്ച ഒരു മിനിസ്ട്രിയാണ്. അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായി ഒരു സൈന്യത്തെ അന്ത്യകാലത്ത് ഒരുക്കിയെടുക്കുവാൻ പരിശുദ്ധ ആത്മാവ് തന്ന ഒരു നിയോഗപ്രകാരമാണ് ഈ മിനിസ്ട്രി ഞങ്ങളിവിടെ ആരംഭിക്കുവാനിടയായി തീർന്നത്. ദൈവവചനത്തെ സത്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ പ്രസംഗിച്ചുകൊണ്ട് കൊള്ളാവുന്ന വേലക്കാരാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ ഉള്ളിൽ തന്ന ആ പ്രേരണ പ്രകാരമാണ് ഈ മിനിസ്ട്രി ഇവിടെ ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം മുതൽ ഈ മിനിസ്ട്രിയിൽ ഹെവൻലി കോളിംഗ് എന്നുള്ള ഒരു പരമ്പരയായിരിക്കും ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗീയ വിളി, ആ സ്വർഗീയ വിളിയെ ആസ്പദമാക്കി എല്ലാ ആഴ്ചകളിലും ഇതിൻ്റെ തിരുവചന പഠനം തുടർമാനമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് സംബന്ധിപ്പാനും അതിൽ കേട്ട് അതിൽ കർത്താവിൻ്റെ വരവിന് ഒരുങ്ങുവാനൊക്കെയായി കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മിനിസ്ട്രിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. കർത്താവ് നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ ഭൂമിയെ വിളിക്കുന്നു. സങ്കീർത്തനം 50-1 വാക്യത്തിൽ കൂടെ ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. ഭൂമിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വിളിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ എന്നുള്ളത് നീതി സൂര്യനായ യേശു ക്രിസ്തു ഉദിച്ച നാളിൽ, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ അവൻ്റെ ശുശ്രൂഷയുടെ കാലയളവാണ്. സ്തോത്രം, ഉദിച്ച കാലം മുതൽ അസ്തമയം വരെ എന്ന് പറഞ്ഞാൽ കൃപയുടെ കാലം എന്ന് പറയും. കൃപയുടെ കാലം തീരുന്നിടം വരെ, അല്ലെങ്കിൽ കൃപായുഗം തീരുന്നിടം വരെ ദൈവം മനുഷ്യനെ തൻ്റെ രക്ഷയാകുന്ന പെട്ടകത്തിലേക്ക് ഏവരെയും വിളിക്കുകയാണ്. അത് ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷ ഘോഷണത്താൽ ദൈവം ലോകത്തെ വിളിക്കുകയാണ്, മനുഷ്യനെ വിളിക്കുകയാണ്. കൃപയുടെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് ഏവരും യേശു ക്രിസ്തുവിൽ കൂടെ കടന്ന് ആ രക്ഷയുടെ പെട്ടകത്തിനുള്ളിൽ കടന്ന് ജീവരക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം. കൃപയുടെ കാലം തീരുമ്പോൾ എന്ത് സംഭവിക്കും? മലാക്കിയുടെ പ്രവചനത്തിൽ 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം പറയുന്നു, 1 മുതൽ വാക്യങ്ങൾ പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകുമെന്ന്. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുകയാണ്. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും ആ സമയം അതിൽ വിളി കേട്ട് വരുന്ന നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയുന്ന സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുകയാണ്. അതായത് പ്രിയ ദൈവമക്കളെ, ഒരു സമയം വരാൻ പോകുന്നു. ഈ കാലം, കൃപായുഗം അവസാനിക്കാൻ പോകുന്നു. അതിന് മുമ്പായി, ആ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നതിന് മുമ്പായി നമുക്ക് വേണ്ടി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പുതു വഴി തുറന്നിട്ടുണ്ട്. ഞാനാകുന്നു വാതിലെന്ന് പറഞ്ഞ ആ ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ കടന്ന് നാം ജീവരക്ഷ പ്രാപിച്ച് ആ ദൈവത്തോടുകൂടെ നിത്യമായി വാഴുവാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അത് സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം എന്ന് പറയുമ്പോൾ
ഉദയസൂര്യനായ നീതിസൂര്യൻ നമ്മുടെ കർത്താവ് ജനിച്ചിട്ട് ഇന്ന് 2000 പരം വർഷങ്ങൾ കഴിഞ്ഞു. താൻ രക്ഷയുടെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പോയി എല്ലാവരോടും അറിയിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. സ്തോത്രം. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ മത്തായി 11-ാം അധ്യായം 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു വിളിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. കർത്താവ് എല്ലാവരെയും വിളിക്കുകയാണ്. ആശ്വാസമില്ലാതെ നുഖത്തിൻ്റെ ഭയങ്കരമായ ഭാരത്തോടെ കഴിയുന്ന എല്ലാ മാനവകുലത്തെ നോക്കി പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, നിങ്ങൾക്കൊരു ആത്മാക്കളുടെ ആശ്വാസം കണ്ടെത്താം. കർത്താവ് പറയുകയാണ്, എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അങ്ങനെയെങ്കിൽ ലോകത്തിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഭാരമേറിയ വിഷയങ്ങൾ, കഷ്ടതയേറിയ വിഷയങ്ങൾ, നമുക്ക് വഹിക്കാൻ പറ്റാത്ത വിഷയങ്ങളുമായി അലയുന്ന, ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്താൻ കഴിയാതെ നിരാശയോടെ കഴിയുന്ന എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു കർത്താവ് ഈ താണഭൂമിയിൽ നിന്ന് അവൻ ദൈവമായിരിക്കെ ദൈവത്തെ മാറ്റിവെച്ച് നമ്മെ വിടുവിക്കുവാൻ ഈ താണലോകത്തിലേക്ക് വന്ന് അവൻ തിരുവായി മൊഴി പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കുമ്പോൾ ആ വിളി ഇന്ന് പകൽക്കാലം ബുദ്ധിമുട്ടോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന ഏവരും ആയുള്ളവര് ഈ വിളി കേട്ട് അവൻ്റെ വിളിയുടെ മുമ്പിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മൾക്കൊരു വിടുതൽ തരുവാൻ, ആശ്വാസം കണ്ടെത്തുവാൻ കർത്താവിന് കഴിയുവാനിടയായിത്തീരും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആദാമിൽ കൂടെ നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തെ ദൈവത്തെങ്കിലേക്ക് വീണ്ടും മടക്കി വരുത്തുവാനാണ് ഈ വിളിയുടെ ആരംഭം. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആദാമിൽ കൂടെ നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തെ ആദാം അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്ത് മരണത്തിനധീനമായി തീർന്നപ്പോൾ, ആദാമി സന്തതിയായ സകല മാനവകുലങ്ങളും മരണത്തിനധീനമായി കിടക്കുമ്പോൾ അവരെ ദൈവത്തെങ്കിലേക്ക് മടക്കി വയ്ക്കുവാൻ ആണ് ഈ വിളി വരുന്നത്. അപ്പോൾ ചോദിക്കാം, ആദാം ആരാണ്? ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ആദാം ദൈവത്തിൻ്റെ മകനാണ്. ആദാം ദൈവത്തിൻ്റെ മകനാണ്. അപ്പോൾ ദൈവം ആരാന്ന് നമുക്ക് തിരിച്ചു ചോദിക്കാനിടയായിത്തീരും. അപ്പോൾ ദൈവം ആരാ? ഒരിക്കലേ ഫറവോൻ മോശയോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന യഹോവയെ ദൈവമാരാ? ദൈവത്തെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. പല നിലയിലാണ് ദൈവത്തെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് തിരുവചന സത്യം വിളിച്ചു പറയുന്നു. തേജോമനായ ദൈവമാണ്, ദൈവം ആത്മാവാണ്, അപ്പോൾ തന്നെ ദൈവം തേജസ്സാണ്. ദൈവവചനത്തിൽ കൂടെ പിന്നെയും ആ ദൈവത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധി കർത്താവും താൻ മാത്രം അവർത്തനായുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവനെന്നാണ് 1 തിമോത്തിയോസ് എഴുതിയ ലേഖനം 6-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ കാണുന്നത്. ആ ദൈവത്തെ, ആ തേജോമനായ ദൈവത്തെ, ആ തേജസ്സിൻ്റെ കർത്താവിനെ നമുക്കാർക്കും കാണുവാൻ കഴിയത്തില്ല. കാണുവാൻ കഴിയാത്ത തരത്തിൽ തേജസ്സിൽ വസിക്കുന്ന ദൈവമായുണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ഒരിക്കൽ മോശ ദൈവത്തോട് ചോദിച്ചു, മോശയോ ദൈവത്തോട് ചോദിക്കുന്ന, ദൈവമേ നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കണമേ എന്ന് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം നമ്മൾ പഠിക്കും 18-19 വാക്യങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, നിനക്കെന്നെ മുഖം കാണുവാൻ കഴിയത്തില്ല, എന്നെ കണ്ടവൻ ആരും ജീവിച്ചിരിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ട കടമ ദൈവത്തിനുള്ളതാണ്. ദൈവത്തെ ആർക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ആ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവമിട്ട ഒരു പ്രൊജക്റ്റാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറിഞ്ഞു കിടന്ന ഒരു മർമ്മമാണ് മനുഷ്യനെ ഭൂമിയിൽ ആക്കി വെച്ച് ആ മനുഷ്യനെ സൃഷ്ടിയെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്നത് 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. മനുഷ്യനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവനെ അണിയിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ
അധിപതിയാക്കി എന്ന് പറയാനിടയായിട്ട് സ്തോത്രം. അത് സങ്കീർത്തനം 8 കോട്ട് ചെയ്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെ നാം ദൈവം സൃഷ്ടിയുടെ ഓരോ ദിവസം സൃഷ്ടിച്ച 6-ാം ദിവസം നാം വരുവിൻ, നാം നമ്മുടെ രൂപത്തിലും സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തേക്കുള്ള പറവ ജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അവരെ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചിട്ട് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ വാഴുവാൻ ഒരു കൽപ്പന കൊടുത്തു. അവരെ അങ്ങനെയാണ് ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയെ വാഴുവാൻ ഒരു കൽപ്പന കൊടുത്ത് അവനെ ഒരു സിംഹാസനത്തിൽ ഇരുത്തി, അല്ലെങ്കിൽ അധികാരത്തിൽ ഇരുത്തി അവനെ വാഴുവാൻ ഏൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. എന്നിട്ട് അവനെ കിഴക്കെ ഏതെങ്കിലൊരു തോട്ടമുണ്ടാക്കി ആ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും മനുഷ്യനെ അവിടെയാക്കി വാഴുവാനാക്കി. സ്തോത്രം. അവനെ തേജസ്സും മാനവും അണിയിച്ചു. അപ്പോൾ തേജസ്സുള്ള മനുഷ്യനെ സ്തോത്രം മാത്രമേ, തേജസ്സിനാൽ നിറഞ്ഞൊരു മനുഷ്യന് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. അവർ എപ്പോഴും ദൈവത്തെ കാണുവാനും അവർക്കെപ്പോഴും ദൈവത്തോട് സംസാരിക്കാനും ദൈവവുമായി സംസർഗം നടത്തുവാനും കഴിയുന്ന ഒരു തേജസ്സിനാൽ നിറച്ചാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. അപ്പോൾ തേജസ്സുള്ള മനുഷ്യർക്ക് മാത്രമേ ദൈവവുമായി അടുത്ത് പെരുമാറാൻ, ദൈവവുമായിട്ട് സംസാരിക്കാനുള്ള കഴിവുള്ളൂ. അത് ദൈവം മനുഷ്യർക്ക് മാത്രം കൊടുത്തൊരു ഗിഫ്റ്റാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മകനായി ആദാമിനെ സൃഷ്ടിച്ചു. തേജസ് ധരിച്ച് അവൻ രാജാവായിട്ട് വാഴുവാൻ അധികാരവും ശക്തിയും അവൻ്റെ പക്കൽ ഏൽപ്പിക്കാൻ ഇടയായി തീർന്നു. ദൂതന്മാരെ പൊന്നുകൊണ്ടും രത്നങ്ങൾ കൊണ്ടും അങ്ങനെ വിശിഷ്ടമായ സ്തോത്രമൊക്കെ അതുകൊണ്ട് സൃഷ്ടിച്ചെങ്കിൽ കേവലം നിലത്തെ പൊടിയെടുത്ത് മണ്ണുകൊണ്ട് മനുഷ്യൻ സൃഷ്ടിച്ചു. അവന് തേജസ്സും ബഹുമാനവും കൊടുത്ത് അവനെ ആക്കി വെച്ചു. തേജസ്സുള്ളവനായി മനുഷ്യൻ മാറുവാൻ അപ്രകാരം ദൈവം ആക്കി വെക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു രൂപമായിട്ടല്ല വരുന്നത്. ദൈവം തേജസ്സുള്ളവനാണ്. തേജസ്സിൻ്റെ ദൈവം എന്നാണ് പറയുന്നത്. ആ ദൈവത്തെ ഈ ഭൂമിയിൽ മനുഷ്യരിൽ കൂടെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. ആ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ നിലത്തെ പൊടിയെടുത്ത് കുഴച്ച് അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ച് അവനന്മേൽ തേജസ് വെച്ച് ആ തേജസ്സുള്ള മനുഷ്യനിൽ കൂടി ഈ ലോകത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ആ മനുഷ്യനിൽ കൂടെ സകല പ്രപഞ്ചങ്ങളും ദൈവത്തെ കാണുവാനിടയായിത്തീരും. ദൈവത്തെ കാണുവാൻ മറ്റു വേറെ മാർഗവുമില്ലാത്തതുകൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് തൻ്റെ പുത്രനെ അല്ലെങ്കിൽ തൻ്റെ മകനാക്കി തീർത്തുകൊണ്ട് ആ തേജസ് കൊടുത്ത് അവനിൽ കൂടെ ഈ ഭൂമിയിൽ സകലർക്കും ദൈവത്തെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കുവാനാണ്. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകണം, ഭൂമി മുഴുവൻ നിറഞ്ഞ് ദൈവ തേജസ്സിനാൽ ഈ ഭൂമിയെ നിറയ്ക്കണം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് സമുദ്രം വെള്ളത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ തേജസ്സിനാൽ നിറയ്ക്കണം. ദൈവത്തെ തൻ്റെ മക്കൾ കൂടെ ഈ ലോകം മുഴുവൻ വെളിപ്പെടുത്തി കൊടുക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇന്ന് അനേകരെ ഈ ലോകത്തിൽ ജീവിക്കുന്ന പലരും ചോദിക്കുന്നു, ദൈവമാരാന്ന് ചോദിക്കുമ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തൻ്റെ രൂപത്തിലും സാദൃശ്യം സൃഷ്ടിച്ച മനുഷ്യൽ കൂടെ ദൈവം ഈ വലിയവനായ ദൈവത്തെ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് ഈ ഭൂമിയിൽ മനുഷ്യനായ നമ്മളെ, വെറും ബലഹീനരായിരിക്കുന്ന നമ്മളെ ദൈവം സൃഷ്ടിച്ച് ഈ തേജസ്സിനാൽ നിറച്ചവൻ്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി തീർക്കുവാനായിരുന്നത്. എന്നാൽ ഇവർക്ക് തേജസ്സുണ്ട് എങ്കിലും ഈ അറിവിൽ ഇവർ അപൂർണരായിരുന്നു.
എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ശിശുക്കൾക്ക് ഒരറിവുമില്ല എന്ന് പറഞ്ഞാൽ അപൂർണരായി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശിശുക്കളായിരിക്കുന്നവർ, അവരെ നോളജ് ഇല്ല, ദൈവ പരിജ്ഞാനമില്ല എന്ന് പറഞ്ഞാൽ നോളജ് എന്ന് പറഞ്ഞത് സൃഷ്ടിച്ച് ഉണ്ടാക്കി കൊടുക്കുവാൻ പറ്റിയിരുന്നെങ്കിൽ ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ അത് സൃഷ്ടിച്ചു വെച്ചേനെ. എന്നാൽ സ്തോത്രം അനുഭവങ്ങളിൽ കൂടെ, വളർച്ചയിൽ കൂടെ, സാഹചര്യങ്ങളിൽ കൂടെ നമ്മളെ കുഞ്ഞുങ്ങൾ ഭവനത്തിൽ വളർന്ന് നമ്മളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ കിട്ടി വളർച്ച പ്രാപിച്ച് മച്ചൂറാകുന്നത് പോലെ പരിജ്ഞാനം, ദൈവത്തിൻ്റെ നോളജ് പ്രാപിച്ചെടുക്കുവാൻ അനുഭവ പാഠങ്ങൾ കൂടെ, എക്സ്പീരിയൻസ് കൂടെ അവൻ വളർന്ന് ദൈവത്തിൻ്റെ പുത്രത്വം പ്രാപിച്ചെടുക്കണമെന്നായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ മക്കളെ പുത്രത്വത്തിൻ്റെ വളർച്ചയിലേക്ക് വരുവാൻ, ആ വളർച്ച പറഞ്ഞൊരു മച്ചൂറായി വരുമ്പോൾ മാത്രമേ അവനെ സ്തോത്രം അവനെ കൊണ്ട് ഈ ഭൂമിയെ ഭരിപ്പാൻ അല്ലെങ്കിൽ ലോകത്തെ ഭരിപ്പാനും കഴിയത്തുള്ളൂ. അപ്പം ഇത് സ്തോത്രം വളർച്ച എത്തിയവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ, കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം തോട്ടത്തിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം വൃക്ഷം മുളപ്പിച്ചു, ജീവന്റെ വൃക്ഷം മുളപ്പിച്ചിട്ട് ദൈവം എല്ലാ ദിവസവും ഇവരോട് കൂടെ വന്ന് ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി. നന്മയും തിന്മയും എന്താണെന്ന്, ജീവനും മരണം എന്താണെന്ന്, അങ്ങനെ ഓരോ ദിവസം പഠിപ്പിച്ച് അങ്ങനെ ഇവരെ വളർത്തിക്കൊണ്ട് വന്ന് ആ പരിപൂർണ വളർച്ചയിലേക്ക് എത്തുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. ഇതെല്ലാ ദിവസവും ദൈവം വന്ന് ഈ ക്ലാസ്സുകൾ എടുക്കുവാനിടയായിത്തീരും. നന്മ ഏതാണ് തിന്മയാണെന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കാനിടയായിത്തീരും. അങ്ങനെ ഇവർ അറിവുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് കേട്ടുപഠിക്കണം. അനുഭവ പരിചയങ്ങൾ കൊണ്ട് അറിവുള്ളവരായി മാറി ഭേദാഭേദങ്ങളെ വിവേചിച്ചറിഞ്ഞ് ഭൂമിയെ അടക്കുകയും വാഴുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവരെല്ലാ കാര്യത്തിലും ഇവരെല്ലാ വിഷയങ്ങളിലും സ്തോത്രം പരിജ്ഞാനമുള്ളവരായിരിക്കണം, അറിവുള്ളവരായിരിക്കണം. അതേ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണം. അതിനുവേണ്ടി ദൈവം ഇവരെ പഠിപ്പിച്ച് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത് ഭവനത്തിൽ പഠിപ്പിച്ച് അവരെ നല്ല കഴിവുള്ളവരാക്കി ഉയർത്തി അവരെ ഒരു മച്ചോറാക്കി അവരിൽ കൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക്, ആ പ്രവൃത്തിയിലേക്ക് അവരെ വളർത്തിയെടുക്കുന്നത് പോലെ യഹോവയായ ദൈവം എല്ലാ ദിവസവും തോട്ടത്തിൽ വന്ന് തൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് അവരെ ഇത് പഠിപ്പിച്ച് അത് എല്ലാ മേഖലയിൽ ഇവർ പഠിച്ച് നല്ല പരിപൂർണരായി തീർന്ന് ഒരു തികഞ്ഞ പുരുഷത്വം പ്രാപിച്ച് വരുമ്പോഴാണ് അവരെ ആ രാജാസിംഹാസനത്തിൽ ഇരുത്തി വാഴ്ച നടത്തുവാൻ അവരെ ഏൽപ്പിക്കുവാൻ ദൈവം പ്ലാനിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്തോത്രം, അങ്ങനെയെങ്കിൽ സ്തോത്രം അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ സ്തോത്രം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒരു ഭയങ്കര മർമ്മമാണ് ഈ സുവിശേഷത്തിൽ കൂടെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തരുവാനിടയായി തീർന്നു. അനേരിത് ആഗ്രഹിച്ചു ഇതെന്താണെന്ന്. അപ്പോൾ സകല സൃഷ്ടികളും ഈ മനുഷ്യനിലേക്ക് കുനിഞ്ഞു നോക്കാൻ കാരണം ദൈവം ഇത് ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത സകല സൃഷ്ടികളുമുണ്ട്. അവരെയെല്ലാം സൃഷ്ടിച്ച് അതാത് സ്ഥാനങ്ങളിൽ ആക്കിയിരിക്കുന്ന മാത്രമല്ലാതെ അവരുടെ മേൽ ആത്മാവ് വെച്ചിട്ടില്ല, അവരുടെ മേൽ തേജസ് വെച്ചിട്ടില്ല. അവർ ദൈവത്തിൻ്റെ സ്തോത്രം സൃഷ്ടികൾ മാത്രമായതുകൊണ്ട് അത് സൃഷ്ടിച്ചാക്കി വെക്കുന്ന ആ പ്രവൃത്തികൾക്ക് മാത്രം പ്രവർത്തിക്കാനല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. സൂര്യനോട് ചോദിച്ചാൽ പറയും, ഞാൻ വെളിച്ചം കൊടുക്കാൻ എന്നെ വെച്ച്, എനിക്കിത് മാത്രമേ അറിയത്തുള്ളൂ, ആ വെളിച്ചം കൊടുക്കുക എന്ന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം നമ്മെ ഉണ്ടാക്കി അവൻ്റെ ഇമേജും ലൈക്നെസ്സും നമ്മുടെ മേൽ പകർന്നിട്ട് ആ ദൈവത്തെ പോലെ നമ്മളെ ആ ദൈവത്തിൻ്റെ അതേ ആ ലുക്കിൽ നമ്മളെ ആക്കി തീർക്കുകയാണ്. ഇപ്പം നമ്മൾ ഏദൻ തോട്ടത്തിൽ നോക്കിയാൽ ആദാമ് ഹവ്വായെ നോക്കുമ്പോൾ സ്തോത്രം ദൈവത്തിൻ്റെ ഒരു ലുക്ക് അവിടെയിലുണ്ട്. ദൈവത്തെ നോക്കുന്നത് പോലെ അവൾ കാണും. തിരിച്ച് ഹവ്വ ആദാമിനെ നോക്കുമ്പോൾ ദൈവത്തെ പോലെ ആയിരിക്കും. കാരണം ഇവരുടെ നടുവിൽ എപ്പോഴും പിതാവായി ദൈവം വന്നേക്കുക. ഇവരാ ദൈവത്തെ കാണുന്നു, ആ ദൈവത്തെ പോലെ അതേ ഛായയിൽ ഹവ്വ ഇരിക്കുന്നു. ഹവ്വ ആദാമിനെ നോക്കുന്നു.
നോക്കുമ്പോൾ അതേ ഛായയിൽ ഇരിക്കുന്നു, ദൈവം മക്കളെ പോലെ ഇരിക്കുന്നു. ഇതാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവം എങ്ങനെയാണോ, ദൈവത്തിൻ്റെ ഛായ എങ്ങനെയാണോ, ദൈവം എങ്ങനെയാണോ അവൻ്റെ ഇമേജാണ് മുഖത്ത് വെളിപ്പെടുത്തി കാണിച്ചു കഴിയുമ്പോൾ അനേക പുത്രന്മാർ അങ്ങനെ ഇവരിൽ നിന്ന് ഇവർ ഓരോ ദിവസവും ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇവർ വളർച്ച പ്രാപിക്കുമ്പോൾ ജീവൻ്റെ വിഷത്തിൽ നിന്ന് വിഷഫലം പറിച്ച് ഭക്ഷിച്ച് ജീവങ്കിലേക്ക് ഇവർ പോകണം. ജീവങ്കിലേക്ക് അവർ വളർന്നു, നന്മതയെക്കുറിച്ചുള്ള അറിവുകൾ ലഭിച്ചു. അങ്ങനെ ഒരു വളർച്ച ലഭിക്കാനാണ് ദൈവം ഇവരെക്കുറിച്ച് ആഗ്രഹിച്ചതും. അങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊടുത്ത് പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെ ഇവരിൽ കൂടെ സന്താനങ്ങൾ ജനിക്കുമ്പോൾ അത് വിശുദ്ധ സന്തതികളും സ്തോത്രം ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മക്കളെ ജനിക്കുവാനിടയായിത്തീരും. അപ്പോൾ പാപമംഗലമില്ലാത്ത നിർമ്മല ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മനസ്സോടുകൂടി ദൈവത്തിൻ്റെ അതേ ഇമേജിൽ ഇവർ തങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അതാണ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മുഴുവനും തേജസ്സിൻ്റെ മക്കളെ കൊണ്ട് നിറഞ്ഞ് ഭൂമിയെ അടക്കി വാഴുന്ന ആ തേജസ് കൊടുക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം കൽപ്പിച്ച് അവിടെ ആക്കുവാനിടയായി തീർന്നത്. ഈ വളർച്ചയാണ് ദൈവമക്കൾക്ക് ദൈവ മക്കൾ കൂടെയും വളർന്ന് ആ സ്വഭാവത്തിലേക്ക് നമ്മൾ പറയത്തില്ലേ, ആ കുഞ്ഞിനെ കണ്ടാൽ ഭാഷണ മകനെ പോലെ ഇരിക്കും, അതുപോലെ ഇരിക്കും, അല്ല ഇന്നയാളെ അമ്മയെ പോലെ ഇരിക്കുമെന്ന് പറയുമ്പോൾ അതേപോലെ അതേ ഛായയിൽ യേശു ക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടതുപോലെ യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കാണുന്നു. അങ്ങനെയെങ്കിൽ യേശു എന്നെ കണ്ടവൻ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ആ വിളിയാണ് മാനവകുലത്തെ സ്തോത്രം ദൈവം വിളിക്കുന്നത്. സകലരും ആ വിളിയിലേക്ക് മടങ്ങി വന്ന് അതിൻ്റെ ആ വിളി പൂർത്തീകരിക്കുന്ന മുമ്പ് ദൈവം വിളിക്കുവാൻ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഇവൻ ആ വിളിയിൽ നിന്ന് മാറിപ്പോയപ്പോഴാണ് ആദ്യം വിളിക്കുന്നത്, ആദാമേ നീ എവിടെ? അവനെ എല്ലാ ദിവസവും ദൈവം പഠിപ്പിച്ചെങ്കിലും അവൻ അറിയാമേ ദൈവത്തെ കൂടാതെ ഒരു പുതിയ ടീച്ചർ അന്ന് ബൈബിൾ ക്ലാസ് എടുക്കുവാൻ വന്നു. അവൻ്റെ പേര് സാന്താൽ, പാമ്പിൻ്റെ വേഷം ധരിച്ചവൻ വന്നു. ആ ക്ലാസ് എടുത്തപ്പോൾ ഇവർ ദൈവകൃപയിൽ നിന്ന് ദൈവികമായ ആ ഛായയിൽ നിന്ന് തെറ്റിപ്പോകാൻ ഇടയായി തീർന്നു. ആ സമയത്താണ് അവൻ എവിടെ എന്ന് ദൈവം വിളിക്കാൻ കാരണം ഇവനെ ആക്കി വെച്ച സ്ഥാനത്ത് അന്ന് ദൈവം വന്നപ്പോൾ കണ്ടില്ല. അവൻ പാപം ചെയ്ത് ദൈവദേശ നഷ്ടപ്പെട്ടു, അവൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തിയപ്പോഴാണ് ദൈവം വിളിച്ച് ചോദിക്കുന്നത്. ആകയാൽ പ്രിയരെ, ദൈവ വിളി ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം നിന്നെയും എന്നെയും ആക്കി വെച്ച സ്ഥാനത്തിൽ നിന്ന് നീ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മടങ്ങി വരുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. കർത്താവിൻ്റെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ വിളി ഇതുവരെയും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് വിളി കേൾക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ വളരെ ഭാരത്തോടെ നിങ്ങളുടെ മേൽ പൈശാചിക നുഖങ്ങൾ കെട്ടിവെച്ച് എടുക്കാൻ മേലാത്ത ഭാരങ്ങൾ, കുടുംബഭാരങ്ങൾ, ജീവിതഭാരങ്ങൾ, തലമുറയെക്കുറിച്ചുള്ള ഭാരങ്ങൾ, വിഷമതകളൊക്കെ വന്നിട്ട് നുഖത്തിൻ്റെ കീഴിൽ അടിമവായിരിക്കുന്നെങ്കിൽ നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ഈ വിളിയിലേക്ക് നിങ്ങളൊന്ന് കേട്ടെടുത്ത് ഈ വിളിയിലേക്ക് മടങ്ങി വന്നാൽ എന്നെ വിടിവിച്ച ദൈവം, ഞാനും ഇതുപോലെ ഈ വിളി കേൾക്കാതെ ലോകത്തിൻ്റെ മുഖങ്ങളിലേക്ക് ഇമ്പങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി നശിച്ചു പോയൊരു മനുഷ്യനായിരുന്നു. എവിടെ ആരെന്നെ രക്ഷിക്കും നോക്കിയിരിക്കുമ്പോഴാണ് യേശുവിൻ്റെ വിളി എൻ്റെ ചെവിയിലെത്തുവാൻ അത് സുവിശേഷത്താൽ തേജസ്സിൻ്റെ സുവിശേഷം എൻ്റെ കാതിലെത്തിയപ്പോൾ ആ വിളിയുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ സത്യം വിളിച്ചു പറയത്തക്കവണ്ണം ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ വിടിവെക്കും. ആ വിളിയുടെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ചാൽ മതി. യേശു വിളിക്കുന്നു. ആ യേശുവിൻ്റെ വിളിയിലേക്ക്, കർത്താവേ ഞാൻ നിൻ്റെ വിളി കേൾക്കുവാൻ, നിൻ്റെ ആജ്ഞ അനുസരിപ്പാൻ എന്നെ ഏൽപ്പിക്കുന്നെന്ന് നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ അവൻ വരും, നിങ്ങളെ വിടുവിക്കും. നിങ്ങളെ ആയിരിക്കുന്ന അവസ്ഥയിൽ വിടുവിക്കുക എനിക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ പറയാം. ദൈവം നിങ്ങളെ എന്നെ വിടുവിച്ച് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഈ സത്യസുവിശേഷം പറയത്തക്കവണ്ണം ആക്കി തീർത്തെങ്കിൽ ദൈവം നിങ്ങളെയും
വിടിവിപ്പാനിടയായിത്തീരും. ഈ മിനിസ്ട്രി ഇവിടെ ആരംഭിക്കാനും കാരണം ഇതാണ്. അനേകർ മദ്യപാനത്തിലും അനേകർ തകർന്നു കിടക്കുമ്പോൾ അവരെ വീണ്ടെടുത്ത് വിടിവിക്കാൻ, ഈ സത്യം പറഞ്ഞു കൊടുക്കുവാൻ, അവരെ കൃപയിലേക്ക് കൊണ്ടുവരാൻ ആർക്കും കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം ഓരോരുത്തരെയും വിളിച്ചാക്കി വെക്കുന്നു. അങ്ങനെയാണ് ഈ പുതുപ്പള്ളിയുടെ ദേശത്ത് ഈ ദേശക്കാരോട് ചോദിച്ചറിയാം, മദ്യപാനത്താൽ തകർന്നതിൻ്റെ ദൈവം സ്വർണ്ണേക്ക് 30 വർഷം മുമ്പ് വിളിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർത്ത് എൻ്റെ ഭവനത്തിൽ ഈ മിനിസ്ട്രി ആരംഭിക്കുവാൻ, അന്ന് മുതൽ അനേകരെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ വിടിവിച്ച ദൈവത്തെക്കുറിച്ച് പറയുവാനും, അവരുടെ മുറിവ് കിട്ടുവാനും, അവരുടെ മദ്യപാനാവസ്ഥയിൽ നിന്ന് അവർ തകർന്ന ജീവിതത്തിൽ വിടിവിക്കുവാനും ദൈവം ഞങ്ങളുടെ പക്കൽ ഏൽപ്പിച്ചൊരു മിനിസ്ട്രിയാണ്. ആ മിനിസ്ട്രിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാം. ഈ മിനിസ്ട്രിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ട്, ഞങ്ങളെ വിളിക്കാം. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം നിങ്ങൾ തകർന്നു കിടക്കുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുവോ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന അഡ്രസ്സിലേക്ക് കടന്നു വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവ് കെട്ടി നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിച്ച് പീഡിതരായി കിടക്കുന്ന നിങ്ങളെ സ്വതന്ത്രമായി വിട്ട് സന്തോഷവും സമാധാനവുമുള്ള തേജസ്സുള്ള ദൈവരാജ്യത്തിൻ്റെ അവസ്ഥ, നീതിയും സമാധാനവും പരിശുദ്ധാത്മ സന്തോഷമുള്ളൊരു ജീവിതം തരുവാൻ ഇടയായിത്തീരും. അതിനുവേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന പലരും തകർന്നിരിക്കുക, നാളത്തെ ഓർത്ത് ഭയപ്പെട്ട് ആത്മഹത്യ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ എല്ലാ വഴികളും തകർന്ന്, ബിസിനസ്സുകൾ തകർന്ന്, കുടുംബജീവിതം തകർന്ന്, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ കർത്താവ് എന്നെ വിളിച്ച് ഞാൻ ഇതുപോലുള്ള വിഷയത്തിൽ കടന്നുപോയതാണ്. ആ സാക്ഷ്യങ്ങളൊക്കെ കുറേശ്ശെ ഞാൻ പിന്നീട് നിങ്ങളോട് പറയാം. ഇന്ന് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാൻ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, എന്നെ കേൾക്കുന്ന പ്രിയ തകർന്നിരിക്കുന്ന എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന, വെറുക്കപ്പെട്ട് കിടക്കുന്ന പ്രിയ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ വിടുവിച്ച കർത്താവേ, നിൻ്റെ ആത്മാവ് അവരിയ്ക്കുന്ന മുറിയിൽ, അവർ കേൾക്കുന്ന ജോലി സ്ഥലത്ത് അവരെ തൊടണമേ. ആ വിളിശബ്ദം അവരുടെ അന്തരാത്മാവിൽ കേട്ട് ആ കർത്താവെങ്കിലേക്ക് മനസ്സ് തിരിഞ്ഞ്, കർത്താവിൻ്റെ ജീവങ്കിലേക്ക് തിരിഞ്ഞ് ആ രക്ഷയിലേക്ക് കടന്നു വരുവാൻ കർത്താവേ, ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഹീലാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഹൃദയത്തിൻ്റെ മുറിവുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവർക്ക് ആശ്വാസം തായന് പരിശുദ്ധാത്മാവിനുള്ള ആശ്വാസം അവരുടെ മേൽ കൽപ്പിച്ചേക്കുന്നു. കർത്താവേ, അവിടുത്തെ രക്തത്തിൽ അവരെ മറയ്ക്കണമേ. സ്തോത്രം. വരുന്ന ദിവസങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് കാണുമ്പോൾ വിലപ്പെട്ട സാക്ഷ്യം പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ അവിടെ വ്യാപരിക്കണം. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ ഈ പ്രിയ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.